യൂസുഫ് നബിയുടെ ചരിത്രം അധ്യായം 4. അക്കാലത്ത് ഈജിപ്തിലെ ഭരണാധികാരി അടിമരാജാവായ അപ്പോഹിസ് ആയിരുന്നു. യൂസുഫിനെ വാങ്ങിയ പ്രഭു പോത്തിഫർ ആയിരുന്നുവെന്ന് തൽമൂദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അന്ന് ഈജിപ്തിൻ്റെ തലസ്ഥാനം കൈറോവിൽ നിന്ന് 22 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന മൻസിഫ് ആയിരുന്നു. ഈ പ്രഭു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും യൂസുഫിനെ ഏൽപ്പിച്ചിരുന്നു. അതിനാൽ പ്രഭുവിൻ്റെ ഭാര്യ സുലൈഖക്കും യൂസുഫിനും അടുത്തിടപഴകാൻ അവസരം ലഭിച്ചിരുന്നു. സുലൈഖ അതിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണുണ്ടായത്. ആ സംഭവം ഖുർആനിൽ പ്രകാരം പറയുന്നുണ്ട്. അവരിരുവരും വാതിൽക്കലേക്ക് ഓടി. അവൾ പിന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുപ്പായം, അതായത് ഷർട്ട് വലിച്ചു കീറി. വാതിൽക്കൽ അവരുടെ ഭർത്താവിനെ ഇരുവരും കണ്ടുമുട്ടി. അപ്പോൾ അവർ പറഞ്ഞു, താങ്കളുടെ ഭാര്യയുടെ നേരെ അരുതാത്തത് ആഗ്രഹിച്ച ഇയാൾക്കുള്ള ശിക്ഷ എന്താണ്? ഒന്നുകിൽ അവനെ തടവിലിടുക, അതല്ലെങ്കിൽ നോവേറിയ മറ്റെന്തെങ്കിലും ശിക്ഷ നൽകേണ്ടതുണ്ട്. അപ്പോൾ യൂസുഫ് പറഞ്ഞു, അവരാണ് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്. ആ സ്ത്രീയുടെ ബന്ധുവായ ഒരു സാക്ഷി തെളിവ് ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ്റെ കുപ്പായം മുൻവശത്താണ് കീറിയതെങ്കിൽ അവൾ പറഞ്ഞത് സത്യമാണ്, അവൻ കള്ളം പറഞ്ഞതുമാണ്. അഥവാ അവൻ്റെ കുപ്പായം പിൻവശത്താണ് കീറിയതെങ്കിൽ അവൾ പറഞ്ഞത് കള്ളമാണ്, അവൻ സത്യം പറഞ്ഞവനുമാണ്. അങ്ങനെ നോക്കുമ്പോൾ യൂസുഫിൻ്റെ കുപ്പായം പിൻഭാഗം കീറിയതായിട്ട് കണ്ടു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾ സ്ത്രീകളുടെ കുതന്ത്രത്തിൽപ്പെട്ടതാണ്, നിങ്ങളുടെ കുതന്ത്രം ഭയങ്കരം തന്നെ. ഏതായാലും ഈ സംഭവം സുലൈഖയെ മാനം കെടുത്തി. സ്വന്തം വേലക്കാരനെ കാമിച്ചവൾ എന്ന ചീത്തപ്പേരിന് അവർ അർഹയായി. എന്നാൽ യൂസുഫിനെ കാണുന്ന ആരും തന്നെപ്പോലെ തന്നെ അവനിൽ ആകൃഷ്ടനാകുമെന്ന് സുലൈഖയ്ക്ക് അറിയാമായിരുന്നു. കാരണം അതിനുമാത്രം സൗന്ദര്യവാനായിരുന്നു യൂസുഫ്. ധാർമ്മിക നിലവാരമോ സദാചാര വിശുദ്ധിയോ അവകാശപ്പെടാനാവുന്നവരല്ല തന്നെ കുറ്റപ്പെടുത്തുന്നതെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അത് തെളിയിച്ചു കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ അവിടുത്തെ മാന്യരെന്ന് കരുതപ്പെടുന്നവരും തനിക്കെതിരെ ആക്ഷേപമുന്നയിച്ചവരുമായ സ്ത്രീകളൊക്കെ അവർ ക്ഷണിച്ചു വരുത്തി. നല്ലൊരു വിരുന്ന് സംഘടിപ്പിച്ചു.